അല്ല, അതെ, പോലീസ് കയറി അങ്ങോട്ട് ആരെയും ആക്രമിക്കില്ല. പോലീസ് അക്രമകാരികളെ നിയന്ത്രിക്കാനാണ് പോലീസ്. ഇവിടെ ഒരു അക്രമ സംഭവം ഉണ്ടായാൽ അതിന് ശക്തമായ നടപടി ഉണ്ടാകും. ഇവിടെ മറ്റ് 2 സ്ഥലത്തും ED ഉദ്യോഗസ്ഥന്മാരെ ആരും ആക്രമിച്ചില്ലല്ലോ, അവരിതുപോലെ പോയല്ലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണ് തിരുവനന്തപുരത്ത് നടന്നത്. പിണറായിയിലും കോഴിക്കോടും നടക്കാത്ത സംഭവം എങ്ങനെ തിരുവനന്തപുരത്തുണ്ടായി? അപ്പൊ അതുകൊണ്ട് അതിശക്തമായി തന്നെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കോഴിക്കോടും കണ്ണൂരിൽ ഈ പ്രശ്നം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ പോലും തലസ്ഥാനത്ത് പിണറായി വിജയൻ താമസിക്കുന്നിടത്താണ് ഈ റെയ്ഡ് ഉണ്ടാകുന്നത്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അവിടെ പ്രവർത്തകർ എണ്ണം കൂടി വരുന്നു. പോലീസിന് ഇത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞത്? പോലീസിന് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ടൊന്നും അറിയില്ലല്ലോ. പക്ഷെ പ്രവർത്തകർ ഒരു മിനിറ്റ്, പോലീസിന് ഇത് ഒന്നും അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്കില്ലായിരുന്നു. പിന്നീടാണ് ആളുകൾ കൂടി വരുമ്പോഴനുസരിച്ചിട്ടാണ് പോലീസ് അവിടെ എത്തിയത്. അതുകൊണ്ട് നിയമം കയ്യിലെടുത്ത് കളയാം, അക്രമം നടത്തി കളയാം എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. അത് ശക്തമായി തന്നെ നേരിടും. മണിക്കൂറായിട്ടും ഇത്തരത്തിൽ അതെ, അവരെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളുമായി ആരെയും സംരക്ഷിക്കാൻ അക്രമകാരികളെ എവിടെ പോയി ഒളിച്ചാലും അക്രമകാരികളെ, നിയമം കയ്യിലെടുത്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക പോലീസിന്റെ ചുമതലയാണ്. നിറവേറ്റിയിരിക്കും, സംശയം വേണ്ട കാര്യത്തിൽ. ഏത് നേതാവാണെങ്കിലും ശരി, അക്രമം നടത്തുകയും കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആരാണെങ്കിലും ശക്തമായി തന്നെ നേരിടും. ചർച്ച നടത്തുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.